ഹായ്, എല്ലാവർക്കും സ്വാഗതം. മോർണിംഗ് ടീയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. മോർണിംഗ് ടീ നിങ്ങൾക്ക് ഒരു പുതിയ അറിവ് നൽകുകയാണ്. ഇന്ന് എന്നോടൊപ്പം ഒരു ചായ കുടിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഒരു ചായ എത്രത്തോളം സ്വാദിഷ്ടമാണോ അത്രത്തോളം സ്വാദിഷ്ടമായ ഒരു അറിവാണ് മോർണിംഗ് ടീയിലൂടെ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, നോക്കാം. PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 NW3 അല്ലെങ്കിൽ നാഷണൽ വാട്ടർവേ 3 ഇവയ്ക്കിടയിലാണ്. ചോദ്യം അതുപോലെ ഞാൻ അല്പം മാറ്റിയിട്ടില്ല. PSCയുടെ അതേ ചോദ്യം ഞാനിതാ കൊടുത്തിരിക്കുകയാണ്. എന്താണ്? ഇന്ത്യയുടെ ദേശീയ ജലപാത 3, അത് ദേശീയ ജലപാത 3 NW3 നാഷണൽ വാട്ടർവേ 3 ഇവയ്ക്കിടയിലാണ്. നോക്കാം ഓപ്ഷൻസ്. സാദിയ ദുബ്രി ദേശീയ ജലപാത 3 സാദിയ ദുബ്രി ആണോ? അല്ല. അപ്പൊ നമുക്ക് ക്ലാസ് ഒന്നുകൂടെ നോക്കാം. ദേശീയ ജലപാത 3 ആണേ. ദേശീയ ജലപാത 3 സാദിയ ദുബ്രി ആണോ? അല്ല. അല്ല. അടുത്തോ കാക്കിനഡ പുതുച്ചേരി അല്ല. കോട്ടപ്പുറം കൊല്ലം ഏതാണ്ട് ശരിയാവുന്നുണ്ട്, പക്ഷെ ഈ ഓപ്ഷൻ അത്ര കറക്റ്റ് അല്ല. നമുക്കത് നോക്കാം. അലഹബാദ് ഹാൽഡിയ അല്ല. അപ്പോൾ ദേശീയ ജലപാത 3 എന്ന് പറയുന്നത് അത് കടന്നു പോകുന്നത് നമ്മുടെ കേരളത്തിലൂടെയാണ്. ദേശീയ ജലപാത 3 കേരളത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതെവിടെയാണ്? കൊല്ലം കോട്ടപ്പുറം. യഥാർത്ഥത്തിൽ കോട്ടപ്പുറം എന്ന് പറയുന്നത് മുമ്പ് കോട്ടപ്പുറം വരെ ആയിരുന്നു. ഇപ്പോൾ ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. എവിടം വരെയാണ്? കൊല്ലം കോഴിക്കോട്. 365 കിലോമീറ്റർ ആണ് ഇന്നത്തെ ഇതിൻ്റെ നീളം. 365 കിലോമീറ്റർ ആണ്. ഇതാണ് ദേശീയ ജലപാത 3. മനസ്സിലായല്ലോ? അപ്പം നേരത്തെ ഇപ്പൊ ചോദിക്കുന്ന ചോദ്യങ്ങളിലെല്ലാം ശരി ഓപ്ഷൻ വരുന്നത് കൊല്ലം കോട്ടപ്പുറം എന്നാണ്. തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൊല്ലം കോട്ടപ്പുറം കുറച്ച് മുമ്പ് വരെ ആയിരുന്നു. ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തു. കോട്ടപ്പുറത്ത് നിന്നും കോഴിക്കോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ ദേശീയ ജലപാത 3 ഏതാണ്? കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ്. എത്ര കിലോമീറ്റർ ആണ്? 365 കിലോമീറ്റർ ആണ് അതിൽ പറയുന്നത്. ഓക്കെ, അതവിടെ നോട്ടെ. ഇനി നമുക്ക് മറ്റൊരു 3 ഓപ്ഷൻസ് ഉണ്ടല്ലോ. സാദിയ ദുബ്രി അല്ലെ. സാദിയ മുതൽ ദുബ്രി വരെയാണ് ആദ്യം കിടക്കുന്നത് അല്ലെ. സാദിയ ദുബ്രി. ഇത് NW എത്രയാണ്? ദേശീയ ജലപാത എത്രയാണ്? NW2 ആണ് സാദിയ മുതൽ ദുബ്രി വരെ. നമുക്കത് പറയാം വിശദമായിട്ട്. ഇനി നോക്കൂ, കാക്കിനഡ പുതുച്ചേരി ഇത് NW4 ആണ്. NW4. ദേശീയ ജലപാത 4 ആണ് കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ എന്തായിരിക്കും? ഏത് ദേശീയ ജലപാതയായിരിക്കും? NW1 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ജലപാതയാണ്. ഏത്? ദേശീയ ജലപാത 1 എവിടം മുതൽ എവിടം വരെയാണ്? അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അപ്പൊ ഈ ദേശീയ ജലപാത 1 കുറിച്ച് 1-2 കാര്യങ്ങൾ അത് സൂചിപ്പിക്കണ്ടേ? നമ്മൾ പറഞ്ഞു എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? അലഹബാദ് UPയിലാണേ. UPയിലെ അലഹബാദിൽ തുടങ്ങി. ഹാൽഡിയ എവിടെയെന്ന് ചോദിച്ചാൽ വെസ്റ്റ് ബംഗാളാണേ. പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ. അപ്പോൾ ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് ഏത്? നമ്മുടെ ദേശീയ ജലപാത 1. ഈ ദേശീയ ജലപാത 1 ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത. ഏതാണ്ട് 111 ദേശീയ ജലപാതകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 111 ഔദ്യോഗിക റിപ്പോർട്ട് പ്രകാരം. അതിൽ ആദ്യത്തേത് ദേശീയ ജലപാത 1. എവിടെ മുതൽ എവിടം വരെയാണ്? ഉത്തർപ്രദേശിലെ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ദേശീയ ജലപാത 1 നീളം എത്രയാണ്? 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 1 നീളം 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. ദേശീയ ജലപാത 1 ഏതൊക്കെ നദികളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ ഗംഗാ നദിയിലൂടെയും. ഗംഗയുടെ ഒരു കൈവഴിയുണ്ട്. ഗംഗയുടെ പ്രധാനപ്പെട്ട ഒരു കൈവഴിയുണ്ട്.
അപ്പോൾ ഗംഗയിലൂടെയും ആ കൈവഴിയിലൂടെയും, ഗംഗയുടെ പ്രധാനപ്പെട്ട കൈവഴി, ഏറ്റവും കൂടുതൽ ദൂരം ദേശീയ ജലപാത 1 പാസ് ചെയ്യുന്നത് എവിടെ കൂടെയാണ്? ഗംഗയിലൂടെയാണ്, അല്ലെ? ഇനി നോക്കാം, അതിന്റെ ആകെ നീളം എത്രയാണ്? 1620 കിലോമീറ്റർ ആണ്. എവിടം മുതൽ എവിടം വരെയാണ്? ഉത്തർപ്രദേശിൽ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുന്നു? ഹാൽഡിയയിൽ അവസാനിക്കുന്നു. UP മുതൽ ഹാൽഡിയ വരെയാണ് ദേശീയ ജലപാത 1. ആകെ നീളം എത്രയാണ്? 1620 കിലോമീറ്റർ ആണ്. ഇനി ദേശീയ ജലപാത 2 നോക്കാം. സാദിയ മുതൽ ധുബ്രി വരെയാണ് ദേശീയ ജലപാത 2. ഈ ദേശീയ ജലപാത 2 ഏത് നദി എന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്രയാണ്. ഒറ്റ നദിയാണ് കേട്ടോ. ഏതാണ്? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയിലൂടെ പാസ് ചെയ്യുന്ന ദേശീയ ജലപാതയാണ് ദേശീയ ജലപാത 2. എവിടെ മുതൽ എവിടം വരെയാണ്? സാദിയ മുതൽ ധുബ്രി വരെ. സാദിയ എന്ന് പറഞ്ഞാൽ അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ സാദിയ മുതൽ ധുബ്രി വരെയാണ്. ധുബ്രി എന്ന് പറഞ്ഞാൽ എവിടെയാ? ആസാം. ആസാമിലെ ധുബ്രി വരെയാണ് ദേശീയ ജലപാത 2 കടന്നു പോകുന്നത്, അല്ലെ? ദേശീയ ജലപാത 2ന്റെ നീളം 891 കിലോമീറ്റർ ആണ്. 891 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 2ന്റെ നീളം. അപ്പോൾ ദേശീയ ജലപാത 1 ദേശീയ ജലപാത 2 ദേശീയ ജലപാത 1 1620 കിലോമീറ്റർ. ഗംഗയും ഹൂഗ്ലിയുമാണ് കേട്ടോ, അത് ഞാൻ എഴുതിയില്ലല്ലോ. ഹൂഗ്ലി. അപ്പൊ എവിടെ വരെയാണ്? ഗംഗാ നദിയും ഹൂഗ്ലി നദിയും. ഈ ഹൂഗ്ലി നദി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗംഗയുടെ പ്രധാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടറിയാണ്, കൈവഴിയാണ്. ഈ 2 നദികളിലൂടെയുമാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇനി ദേശീയ ജലപാത 2 പാസ് ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദി. എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു? സാദിയയിൽ തുടങ്ങി ധുബ്രിയിൽ അവസാനിക്കുന്നു, അല്ലെ? അതിന്റെ നീളം എത്രയാണ്? 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 ഏതാണ്? കാക്കിനഡ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ്. ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിൽ തുടങ്ങി പുതുച്ചേരി വരെയാണ് ഏത്? ദേശീയ ജലപാത 4. അപ്പൊ ദേശീയ ജലപാത 1, ദേശീയ ജലപാത 2, ദേശീയ ജലപാത 3 വരെയായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കേരളത്തിലേക്ക് വന്നാൽ, കേരളത്തിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? കേരളത്തിലെ ദേശീയ ജലപാതകളുടെ എണ്ണം 5 എണ്ണം. എണ്ണത്തിൽ 5 എണ്ണം. അതിൽ 1 ആൾറെഡി നമ്മൾ കണ്ടു. ഏതാ? ദേശീയ ജലപാത 3, അല്ലെ? ദേശീയ ജലപാത 3 ഇതാ സ്ഥിതി ചെയ്യുന്നത് കോട്ടപ്പുറം കൊല്ലം, അല്ലെങ്കിൽ കോഴിക്കോട്. കൊല്ലം കോഴിക്കോട് ദേശീയ ജലപാത 3. അപ്പൊ ബാക്കി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. NW3 ആൾറെഡി നമ്മൾ കണ്ടേ. NW8, NW9, NW13, NW59. ഇത്രയുമാണ് കേരളത്തിലെ ദേശീയ ജലപാതകൾ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതകൾ ഇത്രയുമാണ്. ഏതൊക്കെ? NW3 ആൾറെഡി കണ്ടു, കൊല്ലം കോട്ടപ്പുറം. അടുത്തത് ഏതാണ്? NW8. അത് ചങ്ങനാശ്ശേരിയിൽ തുടങ്ങി, ആലപ്പുഴയിൽ തുടങ്ങി ചങ്ങനാശ്ശേരി വരെയാണ്. ആലപ്പുഴ ചങ്ങനാശ്ശേരിയാണ് ഏത്? NW8 ദേശീയ ജലപാത 8. അവിടെ നോക്കൂ, NW9 എന്ന് പറഞ്ഞാൽ ആലപ്പുഴ മുതൽ കോട്ടയം വരെയാണ്. അടുത്ത് NW13 എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. പൂവാറിൽ തുടങ്ങി അത് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഇരയിമ്മൻ തുറൈ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇരയിമ്മൻ തുറൈ, തമിഴ്നാട്ടിലെ ഇരയിമ്മൻ തുറൈ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നതാണ്. അതായത് കുറച്ച് പോർഷൻ കേരളത്തിലും ബാക്കി തമിഴ്നാട്ടിലേക്കും. അതുകൊണ്ട് ചില റാങ്ക് ഫയലുകളിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ ദേശീയ ജലപാതകൾ ചോദിച്ചാൽ 4 എന്ന നമ്പരായിരിക്കും കൊടുക്കുന്നത്. കാരണം എന്തെന്നറിയാമോ? ഈ 13 NW13 ചില റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തണം. കാരണം പൂർണ്ണമായിട്ടും കേരളത്തിലൂടെ അത് ഒഴുകുന്നില്ല, അത് പോകുന്നില്ല. പക്ഷേ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരയിമ്മൻ തുറയിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്കത് പറയണമല്ലോ. കേരളത്തിൽ 5 ദേശീയ ജലപാതകളുണ്ട്. ഇത് മാത്രമാണ് കേരളത്തിലൂടെ മാത്രം പാസ് ചെയ്യാത്തത്, അല്ലേ? ഇനി അടുത്ത് നോക്കൂ, NW59 എന്ന് പറഞ്ഞാൽ അത് കോട്ടയം മുതൽ വൈക്കം വരെയാണ്. എവിടം വരെയാണ്? കോട്ടയം മുതൽ വൈക്കം വരെയാണ് NW59. ഒന്നുകൂടെ, NW3 പറഞ്ഞു, കൊല്ലം കോട്ടപ്പുറം അല്ലെങ്കിൽ കൊല്ലം കോഴിക്കോട്. NW8 എവിടെയാണ്? ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയാണ്, അല്ലെ? അതിന്റെ കിലോമീറ്റർ 28 കിലോമീറ്റർ ആണ്. NW9 ആണെങ്കിലോ ആലപ്പുഴ മുതൽ കോട്ടയം വരെയാണ്. അതിന്റെ നീളം എത്രയാണ്? 38 കിലോമീറ്റർ ആണ്. അടുത്ത് NW59 നോക്കിക്കൊള്ളൂ. കേരളത്തിലൂടെ പോകുന്ന 4ാമത്താണ് ഏത്? NW59. അത് എവിടെ മുതലാണ്? കോട്ടയം മുതൽ
കോട്ടയം മുതൽ കോട്ടയത്ത് തുടങ്ങുന്നു. കോട്ടയത്ത് തുടങ്ങി കോട്ടയം ജില്ലയ്ക്ക് അകത്ത് മാത്രമാണ് അല്ലേ. അതിൻ്റെ നീളം എത്രയാണ്? 28 കിലോമീറ്റർ ആണ്. കോട്ടയം വൈക്കമാണ് കേട്ടോ, വൈക്കം. അപ്പോൾ കോട്ടയം വൈക്കം എത്ര കിലോമീറ്റർ ആണ്? 28 കിലോമീറ്റർ ആണ്. അപ്പൊ കേരളത്തിലൂടെ എത്ര ദേശീയ ജലപാതകളുണ്ട്? 5 ദേശീയ ജലപാത. ഇതിൽ 4 കേരളത്തിലൂടെ മാത്രം പാസ് ചെയ്യുന്നു, 1 കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. ഇനി ഈ ദേശീയ ജലപാതയ്ക്ക് NW13 മറ്റൊരു പേരുടെ ഉണ്ട്, അതിനെ AVM കനാൽ എന്നാണ് പറയുന്നത്. ദേശീയ ജലപാത 3 മറ്റൊരു പേരെന്ത്? AVM കനാൽ എന്നാണ്. ദേശീയ ജലപാത 3 മറ്റൊരു പേര്, ദേശീയ ജലപാത 13. ദേശീയ ജലപാത 13 മറ്റൊരു പേര് AVM കനാൽ. എന്താ AVM കനാൽ എന്ന് പറഞ്ഞാൽ? അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ എന്നാണ്. എന്താ പേര്? അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ എന്നാണ് ദേശീയ ജലപാത 13 മറ്റൊരു പേര്. അത് എവിടെ തുടങ്ങി അവിടെ അവസാനിക്കുന്നു? പൂവാറ് മുതൽ തമിഴ്നാട്ടിലെ ഇരയിമ്മൻ തുറൈ വരെയാണ്. നമ്മുടെ ദേശീയ ജലപാത 3 മറ്റൊരു പേരുണ്ട്, വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ്. ഇതാ ഈ സ്ഥിതി ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഇതാ ഇവിടെ കൊല്ലത്ത് തുടങ്ങി, ഇത് കണ്ടോ, ഇതാണ് ദേശീയ ജലപാത 3. കൊല്ലം മുതൽ അങ്ങ് കോഴിക്കോട് വരെ പോകുന്നുണ്ട് ദേശീയ ജലപാത 3. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായല്ലോ. ഇന്ത്യയുടെ ദേശീയ ജലപാത 3 ഇവയ്ക്കിടയിലാണെന്ന് പറഞ്ഞാൽ ഏതാണ്? കൊല്ലം കോഴിക്കോട് അഥവാ കൊല്ലം കോട്ടപ്പുറമാണ്. ദേശീയ ജലപാത 1 എന്ന് പറഞ്ഞാൽ അതിന്റെ നീളം 1620. ഗംഗാ ഹൂഗ്ലി. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര 891 കിലോമീറ്റർ. ദേശീയ ജലപാത 4 കാക്കിനഡ പുതുച്ചേരി എന്ന് പറയുന്നു. കേരളത്തിൽ എത്ര ദേശീയ ജലപാതകളുണ്ട്? 5 എണ്ണമുണ്ട്. ദേശീയ ജലപാത 3, ദേശീയ ജലപാത 8, ദേശീയ ജലപാത 9, ദേശീയ ജലപാത 13, ദേശീയ ജലപാത 59. ദേശീയ ജലപാത 3 നമ്മൾ പറഞ്ഞു. ദേശീയ ജലപാത 8 എവിടെ മുതൽ എവിടം വരെയാണ്? ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയാണ്, 28 കിലോമീറ്റർ. ദേശീയ ജലപാത 9 എന്ന് പറയുന്നത് ആലപ്പുഴ മുതൽ കോട്ടയം വരെയാണ്, 38 കിലോമീറ്റർ. ദേശീയ ജലപാത 13 അവിടെ നിൽക്കട്ടെ. ദേശീയ ജലപാത 59 എന്ന് പറയുന്നത് കോട്ടയത്ത് നിന്ന് വൈക്കം വരെയാണ്, 28 കിലോമീറ്റർ. ദേശീയ ജലപാത 13 എന്താണ്? AVM കനാൽ എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തിനടുത്ത് പൂവാറിൽ തുടങ്ങി തമിഴ്നാട്ടിലെ ഇരയിമ്മൻ തുറ വരെയാണ് ഇത് പാസ് ചെയ്യുന്നത്. AVM കനാൽ എന്നറിയപ്പെടുന്നു. അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ. കിട്ടിയല്ലോ? ഓക്കെ, അപ്പൊ മോർണിംഗ് ടീയിൽ അടുത്ത ഒരു ദിവസം നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.